ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB ടെക്നീഷ്യന്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് എവിടേക്കാണ് ഏതൊക്കെ രീതിയിലാണ് വേക്കൻസി വന്നതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇനി സോൺ ബേസ്, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയുടെ സോൺ ബേസ്ഡ് അല്ലെങ്കിൽ RRB ബേസ്ഡ് വേക്കൻസീസ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലയാണല്ലോ ഇത്. മാത്രമല്ല വലിയ ശമ്പളമുള്ളൊരു ജോലി അല്ലാത്തതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് ഒക്കെ കൂടുതലാണ്. കഴിവതും നമ്മുടെ സദേൺ റെയിൽവേ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ആ തസ്തികയിൽ എന്തൊക്കെയാണ്, എവിടേക്കാണ് വേക്കൻസിയിൽ വ്യത്യാസം വന്നിട്ടുള്ളത് നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ RRB ബേസ്ഡ് ഏതൊക്കെ വേക്കൻസികളാണ് വന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആണ്, അതായത് നമ്മുടെ ആ മാറ്റം വന്ന, അതായത് വേക്കൻസികൾ അപ്ഡേറ്റ് ആയി എന്നതിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് വേക്കൻസി ഉയർന്നത്. വേക്കൻസി ഉയർന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇതിനകത്ത് രണ്ട് കാറ്റഗറി, അതായത് വർക്ക്ഷോപ്സ് ആൻഡ് PU എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടാണ് താത്വികമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ വേക്കൻസി കൂടി വന്നിരിക്കുന്നത്. അതായത് നിലവിലുണ്ടായിരുന്ന വേക്കൻസി ഏതാണ്ട് അതിന്റെ ഒരു 45% ഉയർന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തവർക്ക് നല്ലതാണ്. മാത്രമല്ല പുതുതായിട്ട് അപ്ലൈ ചെയ്യാനുള്ളൊരു വിൻഡോ കൂടി 15 ദിവസത്തേക്ക് ഓപ്പൺ ചെയ്തു തുടങ്ങുന്നത്. ഫ്രഷ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള അവസരം കൂടി കിട്ടുന്നു. അപ്പം അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവർക്കും അപ്ലൈ ചെയ്ത് ഒരു ജോലി, കേന്ദ്ര സർക്കാർ ജോലി കിട്ടാനുള്ള അവസരം റെയിൽവേ തരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളിനി നോക്കാൻ പോകുന്നത് ഓരോ RRBകളിലും എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നിലവിൽ അപ്ലൈ ചെയ്തവർക്കും ഒപ്പം തന്നെ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ അത് ഒരു ഉപകാരമായിട്ട് മാറുന്നൊരു കാര്യമാണ്. ആദ്യമായിട്ട് ആസ് യൂഷ്വൽ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കാറുള്ളത്. കാരണം തിരുവനന്തപുരം RRBയിൽ എത്രത്തോളം മാറ്റമുണ്ട്, എത്രത്തോളം വേക്കൻസി ഉണ്ടെന്നാണ് പൊതുവെ RRB അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയുവാനുള്ള കാര്യം. തിരുവനന്തപുരം RRBയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഓപ്പൺ ലൈൻ എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഓപ്പൺ ലൈൻ മാത്രമേ ഉള്ളൂ. ഓപ്പൺ ലൈൻ വേക്കൻസി ടോട്ടൽ എന്ന് പറയുന്നത് 278 വേക്കൻസികളാണ് ഈ ഒരു മേഖലയിലുള്ളത്. 278 വേക്കൻസികളാണ് ട്രിവാൻഡ്രം RRBയിൽ ഉള്ളത്. 278. അതിൽ വ്യത്യസ്തങ്ങളായുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ ടോട്ടൽ RRB അറിയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. അതിൽ അൺറിസർവ്ഡിനായിട്ട് 103 വേക്കൻസിയാണുള്ളത്. SC ST, SCക്ക് 56, STക്ക് 53, OBCക്ക് 36 എന്നിങ്ങനെ EWSന് 30 എന്നിങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഈ വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം മാത്രമേ ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് കണ്ടന്റിലേക്ക് പോയാൽ മതിയല്ലോ. നമ്മൾ തിരുവനന്തപുരം ബേസ് ആയതുകൊണ്ട്, അതായത് മലയാളികളായതുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു RRB എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഓപ്പൺ ലൈൻ മാത്രമേ ഉള്ളൂ. വർക്ക്ഷോപ്പ് ആൻഡ് PU സെക്ടറിൽ നിന്ന് പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഈ ഒരു വേക്കൻസി 278 എന്ന് പറയുന്ന നമ്പറിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചെന്നൈയാണ്. അതായത് ചെന്നൈ വളരെ ഇമ്പോർട്ടന്റ് ആയത് നമ്മുടെ സൗത്ത് സോണിൽ തന്നെ വരുന്നതാണ്. തിരുവനന്തപുരം പോലെ തന്നെ നെക്സ്റ്റ് പ്രിഫറൻസ് ആണ് സൗത്ത് സോണിന്റെ ഒരു മറ്റൊരു RRB ആണ് ഈ പറയുന്ന ചെന്നൈ. അപ്പൊ ചെന്നൈയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയില് 2 സെക്ടറിലും വേക്കൻസി ഉണ്ട്. ഓപ്പൺ ലൈനിലും ഉണ്ട്, വർക്ക്ഷോപ്പ് ആൻഡ് PUവിലും ഉണ്ട്. ഇതില് ഓപ്പൺ ലൈനിൽ ചെന്നൈയിലെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 833 വേക്കൻസിയാണ്. 833 വേക്കൻസിയാണ് ഇവിടെ ഓപ്പൺ ലൈനിലുള്ളത്. ഇനിയും വർക്ക്ഷോപ്പ് ആൻഡ് PUവില് 1883 വേക്കൻസി അവിടെ പുതുതായിട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് 1833 വരുന്നത് ഈ വർക്ക്ഷോപ്പ് ആൻഡ് PU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ബോഡി ബിൽഡിങ്, റോളറുകൾ, അതിന്റെ ബോഗി നിർമ്മാണം, അങ്ങനെയുള്ള ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. ആ ഒരു മേഖലയിലാണ് ഇതിന്റെ പ്ലേസ്മെന്റുകൾ വരുന്നത്. അപ്പം ആ ഒരു സെക്ടറിലാണ് 1883 വേക്കൻസികൾ വരുന്നത്. നേരത്തെ ഈ തസ്തികകളിലേക്ക് അവർ സെപ്പറേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ നടത്തിയൊക്കെ എടുക്കുന്നതായിരുന്നു കണ്ടുവന്നിരുന്നത്. ഇപ്പൊ ഇത് രണ്ടുകൂടെ ബ്ലെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ വേക്കൻസി കൂടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. അപ്പം ഇവിടെ ഈ 2 സെക്ടറിലും കൂടിയുള്ള വേക്കൻസി, അതായത് ഈ 2 മേഖലകളിൽ നിന്നും ഉണ്ട്. അതായത് 2 സ്ട്രീമിൽ നിന്നും, ഓപ്പൺ ലൈനിൽ നിന്നും ഒപ്പം തന്നെ വർക്ക്ഷോപ്പ് ആൻഡ് PUവിൽ നിന്നും നമുക്ക് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 2716 വേക്കൻസിയാണ്. 2716 വേക്കൻസിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 2716 വേക്കൻസി. കുറച്ച് ചെറുതാണ് ഇതിന്റെ ഇമേജ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നത് അറിയാം, അതുകൊണ്ടാണ് എഴുതി കാണിക്കുന്നത്. 2716 വേക്കൻസിയാണ്. ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മാറ്റം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു RRB ആണ് ഈ ചെന്നൈയിലെ RRB എന്ന് പറയുന്നത്.
അടുത്ത RRB എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരിൽ അത്യാവശ്യം നല്ല മാറ്റങ്ങൾ ഉണ്ടായ ഒരു RRB ആണ്. അതായത് പറയത്തക്ക രീതിയിൽ തന്നെ വേക്കൻസി ചേഞ്ച് ഉണ്ടായ ഒരു RRB ആണ്. അതായത് മറ്റേടത്തൊക്കെ ഉണ്ടായി, പക്ഷേ വലിയ രീതിയിൽ മാറ്റം ഉണ്ടായത് ബാംഗ്ലൂരിലാണ് നമ്മൾ ഈ കാണുന്നതിൽ വെച്ച്. അപ്പോൾ ബാംഗ്ലൂരിന്റെ കാറ്റഗറി എടുക്കുമ്പോൾ ഓപ്പൺ ലൈനിൽ 142 വേക്കൻസിയാണ് ഓപ്പൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഇനി വർക്ക്ഷോപ്പ് ആൻഡ് BUയിൽ 195 വേക്കൻസീസ് ആണ്. 195 ടോട്ടൽ 337 ആണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്ന മാറ്റം. പെർസെന്റേജ് അടിസ്ഥാനത്തിൽ വലിയൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് വേക്കൻസിയിൽ വന്നിരിക്കുന്ന മാറ്റം ഇരട്ടിയോളം എത്തിയിട്ടുണ്ട്. നേരത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. ചെന്നൈയിൽ നമ്പർ ഓഫ് വേക്കൻസി വളരെ കൂടുതലാണ്. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് വേക്കൻസി വളരെ കൂടുതലാണ്. പക്ഷേ ഈ പെർസെന്റേജിന്റെ അളവിൽ നോക്കുമ്പോൾ ബാംഗ്ലൂരാണ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഇവിടെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് നോക്കുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറാബാദ് ആണ്. സെക്കൻഡറാബാദും സൗത്ത് ഇന്ത്യയിൽ തന്നെ വരുന്ന റീജിയൻ ആയതുകൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതില് ഓപ്പൺ ലൈനിൽ 744 എന്ത് നമ്മുടെ ഓപ്പൺ ലൈനിൽ വരുന്നത്. ഇനിയുള്ളത് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് ആൻഡ് BUവിൽ 215 വേക്കൻസികളാണ് വരുന്നത്. 215 വേക്കൻസികളാണ് വരുന്നത്. ഒന്നുകൂടി പറയാം, 215 വേക്കൻസികളാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്ന്, അതായത് സെക്കൻഡറാബാദിന്റെ 2 വേക്കൻസി, 2 സ്ട്രീമും കൂടി ചേർന്ന് ഏതാണ്ട് 959 വേക്കൻസിയിലേക്ക് മാറുകയാണ്. 959 വേക്കൻസിയിലേക്ക് മാറുകയാണ്. ഓക്കെ, ഇതാണ് പൊതുവെയുള്ള ഒരു കാറ്റഗറി ഓഫ് വേക്കൻസി. ഇനിയും നിങ്ങളിത് വെക്കുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ RRB ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി മാത്രമല്ല, മറിച്ച് നിങ്ങൾ ഏത് സ്ട്രീമാണ് നിങ്ങളുടേത് എന്ന് നോക്കിയ ശേഷം നിങ്ങളുടെ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ടെക്നിക്കൽ അല്ലെങ്കിൽ ഏത് ടെക്നീഷ്യന്റെ വേക്കൻസിയാണ് ഓരോ നിശ്ചിത RRBയിലും ഉള്ളതെന്ന് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വെക്കുക. അതായത് ടോട്ടൽ വേക്കൻസി ആവരുത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇടുന്നതിന്റെ ക്രൈറ്റീരിയ, മറിച്ച് ഏത് RRB ആണ് അല്ലെങ്കിൽ ഏത് RRBയിലാണ് കൂടുതൽ വേക്കൻസി എന്ന് നോക്കിയിട്ട്, മനസ്സിലായോ? ഏത് RRBയിലാണ് നിങ്ങളുടെ കോഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിന് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ വളരെ വിജയകരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയൊരു കരിയറാണ് റെയിൽവേയിൽ. നല്ല ശമ്പളമുള്ള, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു തസ്തികയാണ്. അപ്പോൾ അതിന്റെ കോഴ്സ് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. അത്യാവശ്യം ഡീസന്റ് വേക്കൻസികളുണ്ട്. ജോലി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉള്ള ഒരു തസ്തികയാണ് ഇതെന്ന് ഞാൻ ഒന്നുകൂടി പറയട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സ് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളൊക്കെ അറിയാമല്ലോ. നമ്മുടെ കോഴ്സ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. പ്രത്യേകം പറയേണ്ടത് നമ്മുടെ മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. റാങ്ക് ഹോൾഡേഴ്സ് തന്നെ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാട്സാപ്പ് പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഈ ഓപ്പൺ പ്ലാറ്റ്ഫോം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഗ്രീവൻസസും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ഈവൻ നിങ്ങളുടെ സംശയങ്ങൾ പോലും അതുവഴി നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. അതിന് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാനായിട്ടൊരു ടീം തന്നെ നമുക്കുണ്ടാവും. പിന്നീട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവായിട്ട് തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന ഏത് സമയത്തും ആ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നടത്തുന്നതിനായിട്ട് ഒരു എക്സ്പെർട്ട് വിങ് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും ഈ പറയുന്ന വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഈ RRBയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാകും. അതുവഴി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇനി ഫില്ല് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക, പഠനം മുമ്പോട്ട് കൊണ്ടുപോവുക, ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.